ഇനിയോ, ഇനി ഖബറുണ്ടല്ലോ, അതും ഒന്നുകിൽ എങ്ങനെയാണ്? ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ അത് സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്. ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ അത് നരകാഗ്നിയിലെ ഒരു കുണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ അനുഭവങ്ങൾ, ഖബർ യാത്രക്കിടയിലെ ഒരു വീട് എന്ന എന്റെ CD വാങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ വിശദമായിട്ടാണ് അവിടെയുള്ള നരകാനുഭവങ്ങളെ സംസാരിച്ചത്. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അവന്റെ അടുക്കലേക്ക് ഭീകര സ്വരൂപിയായി വളരെ ദുർഗന്ധപൂരിതനായി ഒരു ജീവി വരും. മനുഷ്യനൊന്നും ആയിക്കൊള്ളുന്നില്ല, ഒരു ഭീകര ജീവി വരും. ഖബീഹുൽ വജ്ഹി, മുഖം വളരെ മോശമാണ്. മുൻതിനുർ റീഹ്, ദുർഗന്ധപൂരിതനാണ്. ഖബീഹുസ് സിയാബ്, വസ്ത്രമൊക്കെ വളരെ മോശമാണ്. ഇയാളിങ്ങനെ വന്നിട്ട് ഈ ഖബറിലുള്ള ആളോട് പറയുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബ്ശിർ ബിസഖത്തിൻ മിനല്ലാഹി വബിഅദാബിൻ അലീമിൻ മുഖീം. ഖബറിൽ അല്ലെങ്കിലേ ബേജാറായിരിക്കും. അപ്പോഴാണ് ഇയാൾ വന്ന് പറയുന്നത്, പടച്ചോനെ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സാരായിട്ടത് പറയുന്നത് അല്ലേ? പഴയ കാലത്തുള്ള ഉസ്താദുമാരൊക്കെ ഇത് പറയാൻ കഴിയാതെ വിതുമ്പും, സദസ്സെല്ലാരും വിതുമ്പിപ്പോവും. കാരണം അത് ഉറപ്പുള്ള സംഗതിയാണല്ലോ. നാളെ നമ്മുടെ കാര്യം എന്താവും നമുക്ക് ഉറപ്പില്ലെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെയുള്ള ഖബറിലെ സമയത്താണ് ഈ ദുർഗന്ധപൂരിതൻ വന്ന് പറയുന്നത്, നിനക്ക് അള്ളാന്റെ ശിക്ഷ, അള്ളാന്റെ നരകം നിനക്കുണ്ടാവോടോ എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായി ഈ ഖബറാളിയോട് സംസാരിക്കുമ്പോ ഖബറാളി ചോദിക്കും, ഇവിടെ അല്ലെങ്കിലേ ഞാൻ ബേജാറായിട്ടിരിക്കുകയാണ്, നീ ആരാന്നറിയോ? അന അമലുക്കൽ ഖബീസ്, ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ്, നീ കേട്ട ദുഷിച്ച കാര്യങ്ങളാണ്, ഉമ്മയോട് നീ പറഞ്ഞ ദുഷിച്ച സംസാരങ്ങളാണ്, പിതാവിനോട് നീ കാണിച്ച അവഗണനയാണ്, ഭർത്താവിനോട് നീ കാണിച്ച നന്ദികേടാണ്, ഭാര്യയോട് നീ കാണിച്ച വിശ്വാസവഞ്ചനയാണ്. എല്ലാം ഇതാ അല്ലാഹു തആല എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഈ രൂപം ഇവനെ നന്നായിട്ടടിക്കുകയും, ഹദീസിൽ കാണാം, ഒരൊറ്റ അടിയുണ്ടല്ലോ, ആ അടിയെങ്ങാനും ഒരു മലയുടെ മുകളിൽ അടിച്ചാൽ ആ മല മുഴുവൻ പൊടിയായി പോകുമെന്ന ഹദീസിൽ കാണുന്നത്. അടിയൊക്കെ കഴിഞ്ഞ് ഉറക്കെ അങ്ങ് വിളിച്ചു പറയുകയാണ്, അനിഫ്റുശൂലഹു ലൗഹൈനി മിന്നാർ, നീ മനുഷ്യന് ഇങ്ങനെ വെറുതെ കിടക്ക പലകകൾ കൊണ്ടുവരും, ആ പലകകൾ രണ്ടും ഇവനെ നരകത്തിൽ വെച്ച് കരിക്കൂ എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. തന്നെയുമല്ല, അനിഫ്തഹൂ ലഹു ബാബം മിന്നാർ, നരകത്തിലെ ഒരു കവാടം ഈ മനുഷ്യന് തുറന്നു കൊടുക്കൂ എന്ന് മലക്കുകൾ പറയുമെന്ന്, അദരവ എന്ന് ആ ചീത്ത പ്രവർത്തനത്തിലായി വന്ന ആ രൂപം പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മനസ്സ് കണ്ടൊരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒന്നുകൂടെ മനസ്സറിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അപ്പൊ ഖബറിൽ നിന്നും നരകാനുഭവം, തീ വരും, അവിടെ നരകത്തിലെ തീ അനുഭവിക്കേണ്ടി വരും. ഇനി വിചാരണയാണെങ്കിലോ അവിടെ ഇതിനേക്കാൾ കഠിനമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലല്ലേ അവര് പറയുന്നത്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ.
അങ്ങനെയാ പറയുന്നത്. ഖബറിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോ അതുവരെ അനുഭവിച്ച ശിക്ഷയൊന്നും ഒന്നുമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അവൻ പറയുന്നത് എന്താ? യാ വൈലനാ, നാശമേ, കഷ്ടമേ, മൻ ബഅസനാ മിൻ മർഖദിനാ. ആ ശിക്ഷ കാണുമ്പോ അവൻ കരുതുകയാണ്, ഇതുവരെ ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന്. ആരാ ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? സൂറത്ത് യാസീനാണ്. ഇപ്പോഴോ നല്ലവര് പറയും അത് ഉറങ്ങുകയായിരുന്നില്ല. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അല്ലാഹുവേ, ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ നഗരിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാവരെയും അങ്ങനെ പറയുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ നാഥാ. അതാണ് വിചാരണയുടെ വേള എന്നുള്ളത്. ബേജാറ് പോയ കാലാണ്, പേടില്ലാത്ത കാലാണ്. മറുപടി പറയാം, ആൾക്കാരുടെ മുമ്പിൽ അതേ പേടിയുള്ളൂ. പോലീസിന്റെ മുമ്പിൽ പേടിയാണ്, ജനങ്ങളുടെ മുമ്പിൽ പേടിയാണ്. എന്നാൽ അല്ല പറയുന്നത് കേൾക്കൂ നിങ്ങൾ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസ് ഇല്ലാ സമിഅ്തുമൂഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. അല്ലാഹ് പറയാണ്, നമ്മുടെ ഒക്കെ അവസ്ഥയായി പറഞ്ഞത്. ഇത് എന്നെ കുറിച്ചാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്താ പറഞ്ഞത്? ജനങ്ങൾക്കിതാ വിചാരണ വരാൻ പോകുന്നു. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ട, നരകം കൺമുൻപിൽ കാണിച്ചുകൊണ്ട് ഉത്തരം പറയേണ്ട, അല്ലെ? നരകം ഇങ്ങനെ കൺമുമ്പിൽ കാണുകയാണ്. അതാ വന്നിരിക്കുന്നു നരകം. യുക്താബി ജഹന്നം, അന്ന് നരകത്തെ കൊണ്ടുവരുന്നു. ബിസബ്ഈന അൽഫി സിമാം, മഹ്ശറിലേക്ക് 70,000 കൊളുത്തുകളുമായി കൊണ്ടുവരികയാണ്. മഅ കുല്ലി സിമാമിൻ 70 അൽഫി മലക്, എല്ലാ കൊളുത്തുകളോടെയും എല്ലാ കൊളുത്തിന്റെ കൂടെയും 70,000 മലക്കുകളുണ്ട്. അത് വലിയ അട്ടഹാസവുമായി, വലിയ ബേജാറുമായി, വലിയ വിളിയാളവുമായി നരകം ഇങ്ങനെ വരുമ്പോൾ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. യഖൂൽ, അവൻ പറയുകയാണ്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. പടച്ചോനെ, ഞാൻ നല്ലത് വല്ലതും മുമ്പേ ചെയ്തിരുന്നുവെങ്കിൽ അല്ലാ. അതാണ് അല്ലാഹ് പറയുന്നത്. ദാവാനായിരിക്കുന്നു ഈ സമയം, ദാവാൻ അടുത്തിരിക്കുന്നു. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരൊക്കെ അശ്രദ്ധയിലാണ്. അവർ ഫൈനൽ കാണാൻ കാത്തിരിക്കുകയാണ്. അവർ 2 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവരാരാണ് കൂടുതൽ ഗോളടിക്കുന്നത് എന്ന് നോക്കാൻ കാത്തിരിക്കുകയാണ്. അവർ റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണ്, അവർ ഗാനമേളകളുടെ മുമ്പിലാണ്, അവർ അനാവശ്യമായ സംസാരത്തിന്റെ മേലിലാണ്. മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുന്നതാണ്. അല്ലാഹുവിൽ നിന്ന് എന്തൊരു ഉപദേശമാണോ അവർക്ക് വരുന്നത്, വഹും യൽഅബൂൻ, അവർക്ക് കളി, വിനോദം, തമാശ, ഇതല്ലാതെ എന്താണുള്ളത്? അല്ലേ? നമ്മൾ അത് പേടിക്കണം. അവിടെ ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ കാണുന്ന സമയമാണ്. എന്നാലോ നേരെ തിരിച്ചും, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, എന്ത് തെറ്റുണ്ടെങ്കിലും അതും കാണുന്ന സമയമാണ്. അല്ലാഹു അതൊക്കെ പൊറുക്കുവാൻ നമുക്ക് നമ്മിൽ നിന്ന് അല്ലാഹു തആല അതൊക്കെ പൊറുത്തു തരുമാറാകട്ടെ. വിചാരണയുടെ വേള, സ്വർഗാനുഭവങ്ങൾ. ആരുടെ തുലാസാണോ അള്ളാഹുവിന്റെ മുമ്പിൽ കനം തൂകുന്നത്, അവൻ അവൻ നല്ല സുഖകരമായ ജീവിതത്തിലാണ്. എന്നാൽ
ആരുടെ തുലാസാണോ നിസ്കാരമില്ല, നോമ്പില്ല, സ്വതക്കയില്ല, സൽക്കർമ്മമില്ല, സത്യം പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരുടെ തുലാസാണോ കനം കുറഞ്ഞു പോകുന്നത്, ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, പിന്നെ അവന് വലിയ നരകമാണ്, കത്തിജ്വലിക്കുന്ന തീഗോളങ്ങളുടെ വലിയ കേന്ദ്രമായ നരകമാണ്. മനുഷ്യരെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെയല്ല നരകം, ആ നരകമാണ്. എന്തൊരു രംഗായിരിക്കും അല്ലേ, മനുഷ്യന്മാർക്ക് ഓർക്കാൻ പോലും കഴിയില്ല എന്നാണ്. മലക്കുകൾ ഇങ്ങനെ തള്ളുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, തീ കൊണ്ടുള്ള കുപ്പായം അണിഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അല്ലേ. ആളുകൾ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നു. സൂറത്തുൽ ജാസിയ, ആ സൂറത്തിന്റെ പേര് തന്നെ മുട്ടുകുത്തിയിരിക്കുന്ന അവസ്ഥ എന്നാണ്. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയതം മിനൽ ഹൗൽ. എന്ത് ഭയങ്കര ഷോ ആയിരിക്കും അല്ലാഹ് മഹ്ശറിൽ കൊണ്ടുവരിക. മലക്കുകള്, ഭീകരന്മാര്, സ്വർഗം, നരകം, ഇങ്ങനെ സാക്ഷികളെല്ലാം അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്കെന്തൊക്കെ നന്മയാണ് അള്ളാന്റെ മുമ്പിൽ പറയാനുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഒരിക്കൽ തലവെച്ചുറങ്ങുകയാണ് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലു ഉറക്കെ. ഈ സദസ്സിന്റെ ഒരു ശക്തിയായി, ഈ സദസ്സിന്റെ ഒരു പ്രതിഫലമായി, ഈ സദസ്സിന്റെ ഒരു നേട്ടമായി നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വരുന്ന സ്വലാത്ത് ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. മടിയിൽ തലവെച്ചുറങ്ങുക. അപ്പോഴോ ഫനഇസ, റസൂലുള്ളാഹി കുറച്ചു നേരം ഉറങ്ങിപ്പോയി. ആയിഷ ബീവിയോ ഫദക്കറത്തിൽ ആഖിറ, അവര് പെട്ടെന്ന് അല്ലാഹുവിന്റെ പരലോകം അങ്ങ് ഓർത്തുപോയി. അവിടെ പോയി നിൽക്കേണ്ടത്, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടത്, ഹുഫാത്തൻ ഉറാത്തൻ ഉർല, അതങ്ങ് ആലോചിച്ചു പോയി. ഫബക്കത്, അവര് കരഞ്ഞുപോയി. നമുക്കേ ബേജാറില്ലാത്തുള്ളൂ. ആയിഷ ബീവി കരഞ്ഞുപോയി. ഹത്താ സാലദം ഉഹാ ഫനതഖ ഫനഖത അലാ ഖദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ ഒഴുകിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് വന്നങ്ങ് വീണു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഉണർന്നു. ഫന്തബഹ, അവിടുന്ന് ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, മാ യുബ്കീകി യാ ആയിഷ, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? നബിയേ ദക്കറത്തുൽ ആഖിറ, ഞാൻ പരലോകം ഓർത്തുപോയി നബിയേ, ഞാൻ മഹ്ശർ ഓർത്തു, ഞാൻ വിചാരണയോർത്തു, ഞാൻ നരകമോർത്തു, ഞാൻ സിറാത്ത് പാലമോർത്തു. അല്ലാഹുവേ റസൂലേ, അവിടുന്ന് ചോദിക്കുകയാണ് നബിയേ, ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത്? യൗമ യഫിറുൽ മർഉ മിൻ അഖി, വാപ്പാരൊന്ന് ഓടിപ്പോകും അല്ലേ, എല്ലാരും ഓടിപ്പോകും, എല്ലാവരും സ്ഥലം കാലിയാക്കും. വസ്വാഹിബതിഹി വബനി, എല്ലാവരും ഓടിപ്പോയി, എല്ലാവരും അകന്നകന്നു പോകുമ്പോ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ അന്ന് നിങ്ങൾ എന്നെ ഓർക്കുമോ യാ റസൂലല്ലാഹ്? ഇല്ല ആയിഷ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ്. അമ്മാ ഫീ സലാസി മവാത്തിൻ, 3 സ്ഥലങ്ങളിൽ വെച്ച് ലാ യദ്കുറു അഹദുൻ ഇല്ലാ നഫ്സ, ആരും സ്വന്തത്തെ ആലോചിക്കുള്ളൂ, ആരും, എല്ലാവരും അവനവന്റെ കാര്യമേ ആലോചിക്കുകയുള്ളൂ. ഒന്ന്, ഇദാ വുളിഅത്തിൽ മവാസീനു ബിയദിഹി, ഇദാ വുളിഅത്തിൽ മവാസീൻ വഉസിനത്തിൽ അഅമാൽ,
ഒന്നാമത്തെ സ്ഥലം ഏതാന്നറിയോ? നന്മയും തിന്മയും തുലാസിൽ വെച്ച് തൂക്കുന്ന സമയമാണ്. നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന തുലാസല്ല മുഅ്മിനീങ്ങളെ. ആകാശഭൂമികൾക്കിടയിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ വിസ്താരമുള്ള വലിയ തുലാസാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഏതൊരാൾക്കും ബേജാറായിരിക്കും. എന്ത്? അയഖിഫു മീസാനു, അത് കനം കുറയുമോ? അം യസ്ഖുലു, അതല്ല അത് കനം തൂങ്ങുമോ? ഒരാൾക്കും വേറൊരാളെ ഓർക്കാൻ കഴിയില്ല. പിന്നെയോ വഇൻദ സിറാത്ത്, മറ്റൊന്ന് സിറാത്ത് പാലത്തിന്റെ അവിടെയാണ്. എന്താ വിചാരിക്കുക? താഴേക്ക് കൊഴിഞ്ഞു വീഴോ? അതല്ല സ്വർഗത്തിലേക്ക് പോകുമോ? ഹത്താ എന്നതുപോലെ തന്നെ മൂന്നാമത്തേത് വഇൻദ സുഹഫി, അവന്റെ കിതാബുകൾ അവനിലേക്ക് നൽകപ്പെടുമ്പോഴാണ്. വഇൻദ സുഹഫി, അവനിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുമ്പോഴാണ്. അതവന് വലത്തെ കയ്യിൽ കിട്ടുമോ അതല്ല ഇടത്തെ കയ്യിൽ കിട്ടുമോ? അങ്ങനെ 3 സമയത്താണ് ഒരു മനുഷ്യൻ വേറെ ഒരാളെയും ഓർക്കാതെ തന്റെ കാര്യത്തിൽ മാത്രം ബേജാറാകുന്ന സമയമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നമ്മൾ ഇവിടുന്ന് എന്താ വിചാരിച്ചത്? കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ റബ്ബ് ഇതൊന്നും അവൻ രേഖപ്പെടുത്തൂല എന്ന് വിചാരിക്കുന്നുണ്ടോ? ആരും കാണാതെ ഒറ്റക്ക് ചെയ്തതാണ്. അല്ലാഹ് പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലാ. ചിന്തിക്കണം, അല്ലാഹു ഒരു ശ്രദ്ധയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ കരുതല്ലേ. അല്ലാഹു തആല ഗാഫിലാണ്, ശ്രദ്ധയില്ലാത്തവനാണ്. ഇതൊന്നും പടച്ചോൻ കാണുന്നുണ്ടാവില്ല. ഈ കോടാനക്കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ എന്നെ മാത്രമായിട്ട് എങ്ങനെ പിടിക്കാൻ? ഇങ്ങനെ നിങ്ങൾ കരുതല്ലേ. അമ്മാ യഅമലുല്ലാലിമൂൻ, കുറ്റവാളികൾ ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹു അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ കരുതല്ലേ. പടച്ചവൻ അവർക്ക് ഇങ്ങനെ പിന്തിപ്പിച്ചു കൊടുത്താണ് കുറച്ച് സമയം. നമ്മളൊക്കെ ശിക്ഷ വരികയാണെങ്കിൽ വരേണ്ടതാണല്ലോ, ഞാൻ പെടേണ്ടതാണല്ലോ. അങ്ങനെയൊന്നും കരുതിയിട്ട് കാര്യമില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ. കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പിന്തിപ്പിച്ചിരിക്കുകയാണെന്ന് ആദരവായ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. നോക്കണം, നിങ്ങൾ ഒന്നുകൂടെ ബേജാറാകേണ്ടവരാണ്. അല്ലാഹു തആല പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നഹു യൗം. അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അതൊരു ദിവസമാണ്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? യുനാദില്ലാഹു ഫീഹി ആദം. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ടോ ഫയഖൂൽ, ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, ഖും യാ ആദം, അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂ, അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂ. ഫബ്അസ് ബഅസന്നാർ, നരകവാസികളായ ആളുകളെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകവാസികളായ ആളുകളെ നിങ്ങൾ നരകത്തിലേക്ക് എടുക്കുക. ഫബ്അസ് ബഅസന്നാർ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ചോദിക്കും, മുഅ്മിനെ, കം ബഅസുന്നാർ, എത്രയാണ് അല്ലാഹുവേ എന്റെ മക്കളിൽ നിന്ന് ഞാൻ നരകാവകാശികളിലേക്ക് എടുത്തു വെക്കേണ്ടത്? മുഅ്മിനെ, ഇത് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് നിവേദനം ചെയ്ത ഹദീസാണ്, സംശയിക്കേണ്ട ഹദീസല്ല. മിൻ കുല്ലി അൽഫിൻ, എല്ലാ 1000-ൽ നിന്നും 999 ആളുകൾ
ഒരാള് സ്വർഗത്തിലേക്കും മറ്റു 999 ആളുകൾ നരകത്തിലേക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പണി എന്തിനാണ്? എന്തിനാ നമ്മൾ ഇങ്ങനെ വഅദ് പറയുന്നത്? എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാ നമ്മൾ റമദാനിൽ നോമ്പെടുക്കുന്നത്? ആ ഒരാളാകുവാനാണ്, 1000-ൽ ഒരുവനാകുവാനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.